ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൽ 2-ാം ഞായറാഴ്ചയിലെ ധ്യാനത്തിനായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കരുണയോടെയുള്ള ഒരു തൊടൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമാകും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. ദ കമ്പാഷനേറ്റ് ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദറ്റ് സാക്രിഫൈസ്. യേശു കർത്താവ് തൻ്റെ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിനു ശേഷം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നടന്ന അന്നത്തെ ആ സമൂഹത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് നാം ഈ വേദഭാഗത്ത് വായിച്ചു കേട്ടത്. ഒരു കുഷ്ഠരോഗിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് ന്യായപ്രമാണത്തിലൂടെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് യഹൂദന്മാർ. അവരെ തൊട്ടുകൊണ്ട് ദയ കാട്ടുവാനോ കരുണ കാണിക്കുവാനോ സാധിക്കാത്ത നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഇരുന്ന ഒരു ജനതയുടെ മുൻപിൽ വിപ്ലവകരമായ അന്നത്തെ നേതൃത്വത്തെ ചൊടിപ്പിക്കുന്ന ഒരു തീരുമാനം യേശു കൈക്കൊള്ളുകയാണ്. അതിൻ്റെ അനന്തരഫലം തൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് യേശു കർത്താവ് അത് ചെയ്യുന്നത്. 3.5 വർഷങ്ങൾക്കിപ്പുറം ഗോൽഗോഥായിലെ കുരിശിലാണ് അത് അവസാനിച്ചതെങ്കിലും ഒരു കുഷ്ഠരോഗിയെ തൊട്ടതിലൂടെ ആ സമൂഹത്തിൻ്റെ കുഷ്ഠത്തെയാണ് കർത്താവ് തൊട്ടത്. ഈ പ്രക്രിയയിൽ കർത്താവിൻ്റെ 3 ക്രിയകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സലിഞ്ഞു, കൈ നീട്ടി, തൊട്ടു. ഒരു കുഷ്ഠരോഗിയുടെ നേരെ പ്രയോഗിക്കേണ്ടാത്ത, നിയമം മൂലം തന്നെ ചെയ്യേണ്ടാത്ത 3 ക്രിയകളാണ് മേൽ പറഞ്ഞത്. എന്നാൽ അത് രഹസ്യത്തിലല്ല, പരസ്യമായി തന്നെ പൊളിച്ചെഴുതുവാൻ കർത്താവ് ഇവിടെ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പല പൊളിച്ചെഴുത്തലുകൾക്ക് നമ്മുടെ ഒരു കരുണാസ്പർശം ഇടയാക്കും എന്നുള്ളതാണ്. മനസ്സലിയാനോ കൈ നീട്ടാനോ ഒരു പക്ഷേ നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ തൊട്ടവൻ അശുദ്ധനാകും, സമൂഹം ഒറ്റപ്പെടുത്തും എന്ന അവസ്ഥയിൽ തൊടാനുള്ള ധൈര്യം കാണിക്കുന്ന ഭാവത്തെയാണ് ക്രിസ്തുഭാവം എന്ന് പറയുന്നത്. ഈ ക്രിസ്തുഭാവത്തിലേക്കുള്ള വളർച്ചയുടെ പടവുകളാണ് നാം താണ്ടേണ്ടത്. അത് ദുഃഖത്തിലോ നഷ്ടത്തിലോ കഷ്ടത്തിലോ ഒക്കെ ആയിരിക്കാം അവസാനിക്കുന്നത്. എന്നാൽ ആത്യന്തികമായ ലാഭം സമൂഹത്തെ മാറ്റും. വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ്സ് രോഗികളായ മാതാപിതാക്കളുടെ മക്കളായ ബെൻസനെയും ബെൻസിയെയും നമ്മുടെ സഭ ചേർത്ത് പിടിച്ചപ്പോൾ എയ്ഡ്സ് രോഗികളോടുള്ള മനോഭാവത്തിനുമേൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു. നമ്മുടെ കരുണാസ്പർശം സമൂഹത്തിൻ്റെ മാറ്റത്തിന് ഉതകുന്നതായിരിക്കാൻ നമ്മെ തന്നെ ഈ ഞായറാഴ്ച സമർപ്പിക്കാം. അവൻ മനസ്സലിഞ്ഞു, കൈനീട്ടി, തൊട്ടു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. ദൈവമേ, മനസ്സലിയുവാനും കൈനീട്ടുവാനും തൊടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങളുടെ ഭാവങ്ങൾക്ക് ഇടയാകണമേ. കർത്താവേ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ നോമ്പിൽ ദൈവമേ, അത് ഞങ്ങൾക്ക് സാധ്യമാക്കി തരണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.